2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. അപ്പൊ ഒന്നും അറിയാത്തവർ ആദ്യം പഠിക്കേണ്ടത് രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? സൗരാഷ്ട്ര എന്ന് പഠിച്ചു നോക്കാം. ആരാണ്? സൗരാഷ്ട്ര. ഫൈനലിൽ ബംഗാളിനെ പരാജയപ്പെടുത്തി. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ബംഗാളികളെ പരാജയപ്പെടുത്തിയിട്ടാണ് സൗരാഷ്ട്ര എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, സൗരാഷ്ട്ര എന്ന് പഠിച്ചു വെക്കാം. സൗരാഷ്ട്ര. ഇനി ഫൈനലിലെ താരം ജയ്ദേവ് ഉനാക്കട്ടെ അല്ല, ഉനദ്ഘട്ട് ആണ് കേട്ടോ. ഉനദ്ഘട്ട്. ഓക്കെ, ജയദേവ് ഉനദ്ഘട്ട് ആണ്. ബൗളറായ ജയദേവ് ഉനദ്ഘട്ട് ആണ് യെസ് ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഫൈനലിലെ താരം യെസ് ആരാണ്? ജയദേവ് ഉനദ്ഘട്ട് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ടൂർണമെന്റിന്റെ താരമോ? അർപ്പിത് വാസവദത്ത. വാസവദത്ത കേട്ടോ. കൂടുതൽ റൺസ് നേടിയത് മായക് അഗർവാൾ, കൂടുതൽ വിക്കറ്റ് നേടിയത് ജലക് സക്സേന. യെസ്, ഇതൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിലുണ്ട് ഇതൊന്നും ചോദിക്കൂല കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ അഥവാ ഇനി വല്ല സ്റ്റേറ്റ്മെന്റിൽ PSC ചോദിച്ചാലേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തദ്ദേശീയ ടൂർണമെന്റ് ചോദിക്കുമ്പോൾ ആര് കപ്പ് നേടി, ആരാണ് റണ്ണറപ്പ് എന്നുള്ള രീതിയിലേ ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ രഞ്ജി ട്രോഫി 22-23 കിരീടം നേടിയത് സൗരാഷ്ട്ര, ബംഗാളിനെ പരാജയപ്പെടുത്തി. ഫൈനലിലെ താരം കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ, ജയദേവ് ഉനദ്ഘട്ട്. സൗരാഷ്ട്ര, രഞ്ജി സൗരാഷ്ട്ര കേട്ടോ. രഞ്ജി സൗരാഷ്ട്ര വിജയിച്ചത് സൗരാഷ്ട്ര, പരാജയപ്പെടുത്തിയത് ബംഗാളിനെ. ഇനി രഞ്ജി ട്രോഫി 21-22 അത് ചോദിച്ചേക്കാം ചിലപ്പോ കേട്ടോ. 22-23 ആണ് സൗരാഷ്ട്ര വിജയിച്ചത്. 21-22 വിജയിച്ചത് മധ്യപ്രദേശ്. റണ്ണറപ്പ് മുംബൈ. ഓക്കെ, മധ്യപ്രദേശ് ആണ് 21-22 വിജയിച്ചത്. റണ്ണറപ്പ് മുംബൈ എന്ന് പഠിച്ചു നോക്കാം. അപ്പൊ ഇപ്പോ 22-23 ആരാ വിജയിച്ചത്? സൗരാഷ്ട്ര. ആരെ പരാജയപ്പെടുത്തി? ബംഗാളിനെ. ഇവിടെ മധ്യപ്രദേശ് വിജയിച്ചു, മുംബൈ ആണ് റണ്ണറപ്പ് എന്ന് പഠിച്ചു നോക്കാം. മധ്യപ്രദേശിന്റെ ആദ്യ രഞ്ജി കിരീടമായിരുന്നു. മധ്യപ്രദേശ് ടീമിന്റെ ക്യാപ്റ്റൻ ആദിത്യ ശ്രീവാസ്തവ, മധ്യപ്രദേശ് ടീമിന്റെ പരിശീലകൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റ്. റയർ, ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചു പോവാം. 22-23 സൗരാഷ്ട്ര, ബംഗാളാണ് റണ്ണറപ്പ്. ഉനദ്ഘട്ട് ആണ് മാൻ ഓഫ് ദി മാച്ച്. യെസ്, 21-22 മധ്യപ്രദേശ് വിജയിച്ചു, റണ്ണറപ്പ് മുംബൈ. അത്ര എടുത്താൽ മതി കേട്ടോ. ബാക്കി ഒന്ന് വായിച്ചങ്ങ് പോവാം. യെസ്, ഇനി വിജയ് ഹസാരെ ട്രോഫി. രഞ്ജി ട്രോഫി സെറ്റായി എന്ന് വിചാരിക്കുന്നു. സൗരാഷ്ട്രയും ബംഗാളും, മധ്യപ്രദേശും മഹാരാഷ്ട്രയും. 21-22, 22-23 കേട്ടോ. വിജയ് ഹസാരെ ട്രോഫി യെസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെസ്, അതും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. വിജയ് ഹസാരെ ട്രോഫി 2023 നേടിയത് ഹരിയാനയാണ്. ഹസാര, ഹരിയാന കണക്ട് ചെയ്തൂടെ? ഹസാര, വിജയ് ഹസാരെ ട്രോഫി ഹരിയാന. ഹസാര, ഹരിയാന. രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ട്. ഓക്കെ, രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ട്. ഫൈനലിലെ താരവും ടൂർണമെന്റിന്റെ താരവും ആരാണ്? സുമിത് കുമാർ എന്ന് നോട്ട് ചെയ്തു. ആരാണ്? ഫൈനലിലെ താരവും ടൂർണമെന്റിന്റെ താരവും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത് കുമാർ എന്ന് നോട്ട് ചെയ്തു. ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ആരാണ്? സുമിത് കുമാർ എന്ന് നോട്ട് ചെയ്തു. സുമിത് കുമാർ. കൂടുതൽ റൺസ് നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർസ്ലാൻ ഖാൻ. കൂടുതൽ വിക്കറ്റ് നേടിയത് അനികേത് ചൗധരി. ഇതൊക്കെ ചോദിച്ചാലേ കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു മാർക്ക് മറ്റുള്ള പരീക്ഷ എഴുതുന്ന എല്ലാരേക്കാളും കൂടുതൽ കിട്ടും. കാരണം ഇതൊന്നും ആരും പഠിക്കാൻ പോകുന്നില്ല കേട്ടോ. ചോദിക്കാനുള്ള സാധ്യതയും കുറവാണ്. നമ്മളെ വിജയ് ഹസാരെ ട്രോഫി 23 നേടിയത് ഹരിയാന. ഹസാരെ ഹരിയാന, റണ്ണറപ്പ് രാജസ്ഥാൻ കേട്ടോ. യെസ്, അപ്പോ രഞ്ജി ട്രോഫി ആരാണ്? രഞ്ജി ട്രോഫി നേടിയത് ആരാണ്? സൗരാഷ്ട്ര. ആരെ പരാജയപ്പെടുത്തി? ബംഗാളിനെ. 21-22 മധ്യപ്രദേശ്. ആരെ പരാജയപ്പെടുത്തി? മുംബൈ. ഓക്കെ, ഇനി വിജയ് ഹസാരെ ട്രോഫി ആരാ നേടിയത്? ഹരിയാന എന്ന് പഠിച്ചു വെക്കാം. രാജസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ താരവും ഫൈനലിലെ താരവും ഒരാളായതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സുമിത് കുമാർ എന്ന് നോട്ട് ചെയ്തു. കൂടുതൽ റൺസും കൂടുതൽ വിക്കറ്റ് ഒന്നും മെമ്മറിയിലേക്ക് കയറ്റണ്ട, ജസ്റ്റ് അങ്ങ് ഓടിച്ചു പോവാ. ആ ഓപ്ഷനകത്തെങ്കിലും കിട്ടണം അഥവാ ചോദിച്ച. വിജയ് ഹസാരെ ട്രോഫി 2022 സൗരാഷ്ട്രയാണ് വിജയിച്ചത്. 23 വിജയിച്ചതാരായിരുന്നു? ഹരിയാന. ഹസാരെ ഹരിയാന കേട്ടോ. 22 വിജയിച്ചത് സൗരാഷ്ട്ര, റണ്ണറപ്പ് മഹാരാഷ്ട്ര എന്നും നോട്ട് ചെയ്തു.
യെസ്. ഓക്കെ, അവിടെ ഫൈനലിലെ താരം ഷെർദൽ ജാക്സൺ, ടൂർണമെന്റിലെ താരം ഋതുരാജ് ഗെയ്ക്വാദെ. ആകെ പരിചയമുള്ള ഒരു പേരാണ് അല്ലെ. കൂടുതൽ റൺസ് നേടിയത് എൻ ജഗദീശൻ, വിക്കറ്റ് നേടിയത് ജയദേവ് ഉനദ്ഗട്ടെ. 21-22 ജേതാക്കൾ ഹിമാചൽ പ്രദേശാണ്. റണ്ണേഴ്സ് അപ്പ് അവിടെ തമിഴ്നാടായിരുന്നു എന്നും ഓർത്ത് വെക്കണമെന്നില്ല, വായിച്ചു പോവാം കേട്ടോ. യെസ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് സാധ്യത ലിസ്റ്റിൽ ചെറിയൊരു ശതമാനം മാത്രമുള്ള ചോദ്യങ്ങളാണ്, പക്ഷേ ഇത് ചോദിക്കും കേട്ടോ. 22 സൗരാഷ്ട്ര മഹാരാഷ്ട്ര, 23 വിജയ് ഹസാരെ ട്രോഫി നേടിയത് ഹരിയാനയാണ് എന്നും പഠിച്ച് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ വിജയ് ഹസാരയും രഞ്ജി ട്രോഫിയും. യെസ്, രഞ്ജി ട്രോഫി 23 നേടിയത് സൗരാഷ്ട്ര. പിന്നെ റണ്ണറപ്പ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ബംഗാള് അല്ലെ. യെസ്, 21-22 നേടിയത് മധ്യപ്രദേശ്, മുംബൈ ആയിരുന്നു റണ്ണറപ്പ്. ഇനി വിജയ് ഹസാരെ ട്രോഫി 23 നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹരിയാന, റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ. 22 സൗരാഷ്ട്ര, യെസ് ഇവിടെ മഹാരാഷ്ട്ര എന്നും പഠിച്ചു വെക്കാം. ഈ 8 പോയിന്റ് ആണ് നമ്മൾ ഇപ്പോ ഇത്ര നേരം പറഞ്ഞതിനകത്തെ എടുത്തുകൊണ്ടുപോകാനുള്ളത്. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, വായിച്ചങ്ങ് പോവാം കേട്ടോ. തെറ്റല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറാനി കപ്പ് ഏതാണ്? ഇറാനി കപ്പ് 2023 ഇറാനി കപ്പ് വിജയിച്ചതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനി കപ്പ് കേട്ടോ. യെസ്, ഇറാനി കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇറാനി കപ്പും കേട്ടോ. യെസ്, 22-23 ജേതാക്കൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ, റണ്ണറപ്പ് മധ്യപ്രദേശ്. ഓക്കെ, ഇറാനി കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ, റണ്ണറപ്പ് മധ്യപ്രദേശ്. 22-23 23-24 ഉണ്ടല്ലേ. അപ്പൊ അത് ആദ്യം പഠിക്കുക. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. റെസ്റ്റ് ഓഫ് ഇന്ത്യ വിജയിച്ചത് റണ്ണറപ്പ് സൗരാഷ്ട്ര. അപ്പൊ ആദ്യം ഇതിവിടെ വെക്കണമായിരുന്നു. എന്താണെങ്കിലും വിജയിച്ചത് റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. യെസ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ വിജയിച്ചു. മധ്യപ്രദേശ് ആയിരുന്നു 22-23 റണ്ണറപ്പ്, 23-24 റണ്ണറപ്പ് സൗരാഷ്ട്രയാണ് എന്നും പഠിച്ചു വെക്കാം. അതും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആഭ്യന്തര ടൂർണമെന്റ് ആണ് കേട്ടോ. അപ്പൊ രഞ്ജി ട്രോഫി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? രഞ്ജി ട്രോഫി, ഇവിടെ നമ്മുടെ വിജയ് ഹസാരെ ട്രോഫി, ഇറാനി ട്രോഫി, ഇതൊക്കെ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ബേസിക് കാര്യം പഠിച്ചു വെക്കാം. പിന്നെ ഈ പറയുന്ന പോയിന്റുകളും പഠിച്ച് വെക്കാം കേട്ടോ. ഇറാനി കപ്പ് കിട്ടിയില്ലേ? റെസ്റ്റ് ഓഫ് ഇന്ത്യ 22-23 റണ്ണറപ്പ് മധ്യപ്രദേശ് ആണെങ്കിൽ 23-24 റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പഠിച്ചു വെക്കാം. യെസ്, അതെ നമ്മുടെ സൗരാഷ്ട്ര തന്നെയാണ് എന്ന് പഠിച്ചു കേട്ടോ. സൗരാഷ്ട്ര. ഓക്കെ, ഇനി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. ഇതാണ് PSCയുടെ ഇഷ്ടപ്പെട്ട ട്രോഫി. കണ്ടിട്ടില്ലേ നിങ്ങളെ? ഇടക്കിടക്ക് ചോദിക്കാറില്ലേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി? ഓക്കെ, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2023 ജേതാക്കൾ പഞ്ചാബ്, റണ്ണറപ്പ് ബറോഡ. 23 മുഷ്താഖ് അലി ട്രോഫി. യെസ്, മുസ്താഖ് അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ സയ്യിദ് സിക്ക് പഞ്ചാബ് എന്ന് കണക്ട് ചെയ്യാം. മുസ്താഖ് സിക്ക് കേട്ടോ, പഞ്ചാബ്. റണ്ണറപ്പ് ബറോഡ, അതായത് പഞ്ചാബ് ബറോഡയെ തോപ്പിച്ചിട്ടാണ് പഞ്ചാബ്. മുസ്താഖ് സിക്ക് യെസ് എന്നുള്ളത് പഞ്ചാബ് ആണെന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ബറോഡ, പഞ്ചാബ് പൊറോട്ട അടിക്കും പോലെ ബറോഡയെ തോപ്പിച്ചു കേട്ടോ. ബറോഡയെ തോപ്പിച്ചു, പഞ്ചാബ് കപ്പടിച്ചു. ടൂർണമെന്റിന്റെ താരം അഭിഷേക് ശർമ്മ. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റയാൻ പരാഗ്. ഒരു രാജസ്ഥാൻ റോയൽ ഫാൻ ആണെങ്കിൽ ഇയാളെ നിങ്ങൾ വെറുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒക്കെ ആയിട്ട്. റിയാൻ പരാഗ് ആണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ഈ പറയുന്ന അഭ്യന്തര ടൂർണമെന്റിലെക്കാളും ഭയങ്കര മികച്ച ഫോമാണ്. പക്ഷേ IPL എത്തുമ്പോ വെറുതെ ബോൾ മിസ്സാക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ആള് അല്ലെ. യെസ്, അപ്പൊ ടൂർണമെന്റിന്റെ കൂടുതൽ റൺസ് നേടിയത് റിയാൻ പരാഗ് എന്ന് പിടിച്ചു വെക്കാൻ. ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവി തേജ. ഓക്കെ, അപ്പൊ സയ്യിദ് മുസ്താഖ് സിക്ക് പഞ്ചാബ് കേട്ടോ. പൊറോട്ട അടിക്കും പോലെ തോപ്പിച്ചു ബറോഡ. അതെ, ക്രിക്കറ്റ് തന്നെ കേട്ടോ. ഓക്കെ, യെസ്. ഇനി ടൂർണമെന്റിന്റെ താരം അഭിഷേക് ശർമ്മ. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റിയാൻ പരാഗ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് രവി തേജ്. ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് രവി തേജ, റൺസ് നേടിയത് റിയാൻ പരാഗ്.
ഓക്കെ, യെസ്. അപ്പൊ മുസ്താഖും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 2022 ജേതാക്കൾ മുംബൈ ആയിരുന്നു. 23-ലാണ് മുസ്താഖ്. 23-ൽ മുസ്താഖ്, യെസ്. സിക്ക് പഞ്ചാബ് ഓർ ബറോഡ. 22-ലോ മുംബൈ, റണ്ണറപ്പ് ഹിമാചൽ പ്രദേശ് എന്ന് പഠിച്ചു. രവി തേജ കിട്ടിയില്ലേ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്? റിയാൻ പരാഗെ. കൂടുതൽ വിക്കറ്റ് നേടിയത് രവി തേജ കേട്ടോ. ഇനി 22-ൽ ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുംബൈ ആയിരുന്നു, റണ്ണറപ്പ് ഹിമാചൽ പ്രദേശ്. ഫൈനലിലെ താരം തനുഷ് കുടിയൻ. തനുഷ് കുടിയനോ? ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ്ദുൽ. ഇവരൊക്കെ പിന്നെ IPL കാണാം നമുക്ക് അല്ലെ. ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് സിദ്ധാർത്ഥ് കൗൾ. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് സിദ്ധാർത്ഥ് കൗളാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ്ദുൽ. ഫൈനലിലെ താരം ധനുഷ് കുടിയൻ എന്നും വിളിച്ചു നോക്കാം കേട്ടോ. യെസ്, ക്രിക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഇഷ്ടപ്പെടാത്ത ടോപ്പിക് ആയിരിക്കും ഇതും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വായിച്ചു പോവാ. ഈ പറയുന്ന കപ്പടിച്ചവരെ, പ്രത്യേകിച്ചും റീസെന്റ് ആയിട്ട് കപ്പടിച്ചവരെ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്ത് റൗണ്ട് ചെയ്ത് ചുവന്ന മഷിയിൽ വട്ടമിട്ട് പഠിക്കുക. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ റെഡ്ഡി എന്ന് കിട്ടുന്നുണ്ടോ? അതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ 4 ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ് ഇന്ന് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തത്. യെസ്, അതിൽ അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രഞ്ജി ട്രോഫി 22-23 സൗരാഷ്ട്ര ബംഗാളികളെ തോപ്പിച്ചു. 21-22 മധ്യപ്രദേശ് മുംബൈയെ തോപ്പിച്ചു രഞ്ജി കേട്ടോ. ഇനി വിജയ് ഹസാരെ 23 ഹസാരെ ഹരിയാന രാജസ്ഥാനെ തോപ്പിച്ചു. ഇനി കഴിഞ്ഞല്ലോ 22-ൽ സൗരാഷ്ട്രയാണ് വിജയിച്ചത്, മഹാരാഷ്ട്രയെ തോപ്പിച്ചു. ഇനി ഇറാനി കപ്പ് റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ് രണ്ടിലും ഭാഗ്യത്തിന്. 22-23 മധ്യപ്രദേശിനെ, 23-24 സൗരാഷ്ട്രയെ തോപ്പിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇറാനി കപ്പ് കേട്ടോ. ഇനി മുസ്താഖ് അലി ആണെങ്കിലോ, മുസ്താഖ് പഞ്ചാബ് ബറോഡ എന്ന് പഠിച്ചു പോകാം. ഇനി 22-ലാണെങ്കിലോ, 22-ലാണെങ്കിലേ മുംബൈ ആണ് ജേതാക്കൾ, ഹിമാചൽ പ്രദേശിനെ തോൽപ്പിച്ചു എന്ന പോയിന്റും പഠിച്ചു വെക്കാം. ആ ഒരു 10-12 പോയിന്റ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. അതൊക്കെ ഓർമ്മയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, യെസ്. ഇവിടെ ഏറ്റവും താഴത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. യസ്ദുലിന് ശേഷം ടൂർണമെന്റിൽ വിക്കറ്റ് കൂടുതൽ നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിദ്ധാർത്ഥ് കൗൾ എന്ന് പഠിച്ചു കേട്ടോ. സിദ്ധാർത്ഥ് കൗൾ എന്ന് പഠിച്ചു.